ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1.5 kg കേക്കാണെങ്കിലും 2 kg വലുപ്പത്തിലാണ് ഞാനിവിടെ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് 1.5 കിലോ കേക്ക് ബാറ്റർ 9 ഇഞ്ച് കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതിന് പകരം 10 ഇഞ്ച് വലുപ്പം വരുന്ന കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് കേക്ക് പീസസ് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ അരിച്ച് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. വേണമെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. ഞാനിവിടെ 3 തവണയൊന്നും അരിച്ചെടുക്കുന്നില്ല. ഒരു തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കിലോ കേക്ക് ആയതിനാൽ 6 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1.5 കപ്പ് പൗഡേർഡ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്നത് കൊണ്ടാണ് പൗഡേർഡ് ഷുഗർ ആദ്യം തന്നെ ഇടുന്നത്. ഹാൻഡ് ബീറ്ററിൽ ചെയ്യുന്നവരാണെങ്കിൽ മുട്ട ഒന്ന് ചെറുതായി പതഞ്ഞു വന്നതിന് ശേഷം വേണം പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല ഓഫ് വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഹൈറ്റോട് കൂടിയ സ്പഞ്ച് കിട്ടുകയുള്ളൂ. എഗ്ഗ് ഇവിടെ നല്ല ഫ്ലഫിയായി നല്ല ഓഫ് വൈറ്റ് കളറിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓയിലെല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ എഗ് മിക്സ്ചറിൽ കുറച്ച് കുറച്ചായി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ സാവധാനം വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. സ്പീഡിൽ കുത്തി ഇളക്കാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ പൊങ്ങി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് കേക്ക് സ്പഞ്ച് നന്നായി കിട്ടില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിനിടയിൽ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 6 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പിന്നെ പാല്, അങ്ങനെ ഇടവിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് വേണം ലാസ്റ്റ് മിക്സിംഗ് അവസാനിപ്പിക്കാൻ.
അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് സ്പാച്ചില ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്ററിനടിയിൽ ഫ്ലോർ മിക്സ് ആവാതെ എങ്ങാൻ ബാക്കിയായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി മിക്സ് ആയി കിട്ടാനാണ് സ്പാച്ചില ഉപയോഗിച്ച് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ പോവാനായി നന്നായി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 170 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ലെയറായി കട്ട് ചെയ്തെടുക്കാം. കേക്ക് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയറാക്കി എടുക്കാം. സാധാരണ 1.5 കിലോ ബാറ്റർ 2 കിലോ വലുപ്പത്തിലുള്ള കേക്കാക്കി ചെയ്തു കഴിഞ്ഞാൽ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഞാനിവിടെ തിന്നായിട്ടുള്ള 3 ലെയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലത്തെ 3 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ 10 ഇഞ്ച് കേക്ക് ബേസ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കേക്ക് ബോർഡിന് മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. 1.5 കപ്പ് ഷുഗർ സിറപ്പാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായി വെറ്റായതിനു ശേഷം അതിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. എങ്ങനെയാണ് പെർഫെക്റ്റായി ക്രീം ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. എന്നിട്ട് ക്രീം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീമിന് മുകളിൽ വൈറ്റ് ചോക്കോ ചിപ്പും ചെറുതായി കട്ട് ചെയ്ത ചെറിയ കൂടി ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്കും വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് ഫില്ലിങ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്കിന്റെ മുകളിലും സൈഡിലുമായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം.
ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് ഫൈനലൈസിങ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റിവെക്കാം. 10-15 മിനിറ്റിന് ശേഷം കേക്കിനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് ഇനി ഫൈനലൈസിങ് ചെയ്യാം. ബ്ലൂ കളറിലാണ് ഞാൻ ഫൈനലൈസിങ് ചെയ്യുന്നത്. കേക്കിൻ്റെ മുകളിലും സൈഡിലുമായി കുറച്ചധികം ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് എല്ലാ സൈഡ് ഭാഗത്തും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. അതുപോലെ ഐസിങ് നൈഫ് ഉപയോഗിച്ച് മുകൾ ഭാഗവും നന്നായി ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്തു തുടങ്ങാം. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് റോസറ്റ നോസിൽ ഉപയോഗിച്ച് 4 കോർണറിലും ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഡിസൈനിനെ കുറിച്ച് പറയുന്നില്ല. റോസറ്റ നോസിലും സ്റ്റാർ നോസിലുമാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ച 2 നോസിലുകൾ.
ഇനി കേക്കിൻ്റെ താഴെ സൈഡിലായി സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് ബോർഡർ കൊടുക്കാം. താഴെ ബോർഡർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് വീണ്ടും സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് ഒന്നുകൂടി ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ബോൾസ് ഒക്കെ ഇട്ട് കേക്കിനെ ഒന്നുകൂടി ഭംഗിയാക്കിയെടുക്കാം. അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.